ബാബറി മസ്ജിദ് നിർമ്മിച്ചത് ബാബറിന്റെ വളരെ വിശ്വസ്തനായിട്ടുള്ള അദ്ദേഹത്തിന്റെ സേനാനായകന്മാരിൽ ഒരാളായിട്ടുള്ള മിർബാഖി എന്നു പേരുള്ള ഒരാളാണ്, നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പൊ ഇപ്പോഴത്തെ ഒരു വാദം എന്താന്ന് വെച്ചാല് അവിടെ ഒരു രാമക്ഷേത്രം ഉണ്ടായിരുന്നു. അത് 10ോ 11ോ നൂറ്റാണ്ടിൽ എങ്ങാണ്ട് ഉണ്ടായതാണ്. അത് പൊളിച്ചിട്ടാണ് ഈ പള്ളി അവിടെ നിർമ്മിച്ചത്. അത് ചരിത്രത്തിൽ മുസ്ലിങ്ങൾ ചെയ്തൊരു തെറ്റായിരുന്നു. 450 കൊല്ലം കഴിഞ്ഞപ്പോ പ്രബുദ്ധരായിട്ടുള്ള ഹിന്ദുക്കള്, രാജ്യാധികാരം തിരിച്ചു പിടിച്ചിട്ടുള്ള ഹിന്ദുക്കള് ആ തെറ്റ് തിരുത്തി അവിടെ ഒരു അമ്പലം പണിതേ ഉള്ളൂ. അതിന് ഇങ്ങനെ വലിയ ബഹളം ഉണ്ടാക്കേണ്ട കാര്യമൊന്നുമില്ല. പള്ളിയാണെന്ന് പറഞ്ഞാൽ ഒരു പള്ളിക്ക് 6 ഏക്കർ സ്ഥലം അപ്പുറത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് 400 കൊല്ലം പഴയ പള്ളിയാണല്ലോ, നിങ്ങൾക്ക് ഒരു പുതിയ ആധുനികമായിട്ടുള്ള രീതി വെച്ചുകൊണ്ടുള്ള പുതിയ പള്ളിയൊക്കെ ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ. ഇത് നിങ്ങൾ ചെയ്തതിന് തിരിച്ചു ചെയ്തതല്ലേ എന്ന മട്ടിലുള്ള ഒരു വളരെ സോഫിസ്റ്റിക്കേറ്റഡ് ആയ തരത്തിൽ ഇതങ്ങോട്ട് സ്വീകരിച്ചു പോകാവുന്നതാണ് എന്ന മട്ടിലുള്ള വിശദീകരണങ്ങളെല്ലാം വന്നു കഴിഞ്ഞിട്ടുണ്ട്. ആ വിശദീകരണങ്ങളിൽ മലയാളികൾ ഉൾപ്പെടെ വലിയൊരു ശതമാനം ആളുകൾ തൃപ്തരാണ് എന്നതാണ് ഇടതുപക്ഷ രാഷ്ട്രീയത്തിന് വലിയ മേൽക്കൈയുള്ള കേരളം വളരെ ശ്രദ്ധയോടുകൂടി മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യം എന്നാണ് ഞാൻ പറയുന്നത്. ആൾക്കാർക്ക് ഇപ്പൊ അതിലൊരു വലിയ ആക്ഷേപമൊന്നും ഉള്ളതായിട്ട് ഞാൻ ഉത്തർപ്രദേശിലെ ഗുജറാത്തിലെ ആൾക്കാർക്കല്ല പറയുന്നത്, കേരളത്തിലെ ആൾക്കാർ ഇപ്പൊ എന്താ പ്രശ്നമുള്ള ഒരു കാര്യമല്ലല്ലോ എന്ന മട്ടിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുണ്ട് എന്നാണ് നാം മനസ്സിലാക്കേണ്ടത്. അപ്പൊ അതില് നോക്കൂ, ഈ കള്ളം പറയാനുണ്ട്, ഇതെല്ലാം പച്ച കള്ളങ്ങളാണ്. യഥാർത്ഥത്തിൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ സുപ്രീം കോടതിയുടെ ഒരു വിധിയാണ്. ആ വിധി 19 ഉണ്ടായതാണ്. ആ വിധിയില് ഇപ്പൊ അവര് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് സുപ്രീം കോടതി പറഞ്ഞിട്ടുണ്ട് ഇവിടെ ഒരു ക്ഷേത്രം ഉണ്ടായിരുന്നു എന്നാണ് നാട്ടിലെ സകലമാന സംഘപരിവാറുകാരും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് അതിനെ തുടർന്നാണ് ഈ അമ്പലം ഇവിടെ പണിതിട്ടുള്ളത് എന്നാണ്. അത് പച്ചക്കള്ളമാണ്. ഇവിടെ ഒരു അമ്പലം ഉണ്ടായിരുന്നു എന്നോ അത് പൊളിച്ചിട്ടാണ് ഈ പള്ളി നിർമ്മിച്ചത് എന്നോ സുപ്രീം കോടതി അതിന്റെ വിധിന്യായത്തിൽ എവിടെയും പറഞ്ഞിട്ടില്ല. ഇല്ല എന്ന് മാത്രമല്ല, നമ്മൾ മനസ്സിലാക്കേണ്ടത് അയോധ്യയില് ഒരു ആരാധനാലയം തകർത്തതിന്റെ എന്തെങ്കിലും തെളിവുകൾ അവശേഷിക്കുന്നുണ്ടെങ്കിൽ, ബാക്കിയാകുന്നുണ്ടെങ്കിൽ അത് 1992 ഡിസംബർ 6 തകർക്കപ്പെട്ട ബാബറി മസ്ജിദിന്റെ അവശിഷ്ടങ്ങൾ മാത്രമാണ്. അത് ആയിരക്കണക്കിന് ആളുകൾ കണ്ടതാണ്, ദൃക്സാക്ഷികളുണ്ട്, അവർ മൊഴി നൽകിയിട്ടുണ്ട്, ഇങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതിന്റെ എത്രയോ ഈ വിഷ്വൽസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ തെളിവുകളായിട്ട് നമ്മുടെ മുമ്പിലുണ്ട്. അതാണ് യാഥാർത്ഥ്യം. ആധുനിക കാലത്ത് മറ്റൊരു മതസ്ഥന്റെ ആരാധനാലയം തകർത്ത് കളഞ്ഞ 2 വിഭാഗങ്ങൾ മാത്രമേ ഭൂമുഖത്ത് ഉണ്ടായിട്ടുള്ളൂ എന്ന് നമ്മൾ മനസ്സിലാക്കണം. അത് ഒന്ന് അഫ്ഗാനിസ്ഥാനിലെ താലിബാനാണ്, രണ്ടാമത്തേത് ഇന്ത്യയിലെ സംഘപരിവാറാണ്. അപ്പോ താലിബാൻ അവിടെ അഫ്ഗാനിലെ ബുദ്ധ പ്രതിമകൾ തകർത്തപ്പോ നമ്മൾ ഇത് ആ സംസ്കാരത്തിന്റെ മേലുള്ള കടന്നുകയറ്റാണ്, ഇത് ചരിത്രത്തെ തച്ചുടക്കലാണ്, പ്രാകൃതമാണ്, അതാണ് ഇതാണ് എന്നൊക്കെ ബേജാറായി. അതിൽ നിന്ന് ഒട്ടും വ്യത്യസ്തമല്ലാത്ത, വിഭിന്നമല്ലാത്ത മനോനിലയോടുകൂടിയാണ് ഇന്ത്യയിലെ സംഘപരിവാർ ഈ ആധുനിക കാലത്ത് വ്യാഴത്തില് ജീവിക്കാൻ മാർഗമുണ്ടോ എന്ന് മനുഷ്യൻ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയത്ത്, മാമത്തിനെ പുനരുജ്ജീവിപ്പിക്കാനുള്ള പരിശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയത്ത്, ബഹിരാകാശത്ത് ടെന്റടിച്ച് അവിടേക്ക് ടൂർ പോകാൻ മനുഷ്യവംശം തയ്യാറായി നിൽക്കുന്ന ഒരു സമയത്ത്, ഈ ആധുനിക കാലത്ത് ആ ഒരു അക്രമം ചെയ്ത, ഞാൻ പറഞ്ഞല്ലോ, ഭൂമിയിലെ 2ാമത്തെ വിഭാഗം സംഘപരിവാറാണ് എന്ന് മനസ്സിലാക്കണം. അവർ ചെയ്ത പാതകത്തിന് മാത്രമേ തെളിവുകളുള്ളൂ, അവർ ഒന്നിനും തെളിവില്ല. പക്ഷേ ഇതിനൊരു തെളിവില്ല എന്നും രാമക്ഷേത്രം ഉണ്ടായിരുന്നു, അത് പൊളിച്ചതിന് കണ്ടമാനം തെളിവുണ്ട് എന്നുമുള്ള ഒരു പൊതുബോധം പതുക്കെ സൃഷ്ടിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അതില്ല എന്നും ഇത് യഥാർത്ഥത്തിൽ ഒരു ഭക്തിയുടെ കാര്യമല്ല, ക്ഷേത്രത്തിന്റെ കാര്യമല്ല, രാമായണത്തിന്റെയോ അല്ലെങ്കിൽ ശ്രീരാമന്റെയോ കാര്യമല്ല, ഇത് വർഗീയതയുടെ, മതഭ്രാന്തിന്റെ, അധികാരത്തിന്റെ കാര്യമാണ് എന്നും ഇത് ഒരു പള്ളി പൊളിച്ച് ഉണ്ടാക്കിയ അമ്പലമാണ് എന്നും നിരന്തരമായി നിർഭയമായി ഇടതടവില്ലാതെ നാം ജനങ്ങളോട് പറഞ്ഞുകൊണ്ടേയിരിക്കണം. യാതൊരു സംശയമില്ല, പറഞ്ഞുകൊണ്ടേയിരിക്കണം. അത് 22-ാം തീയതി കഴിഞ്ഞാലും പറയണം, ഈ കൊല്ലം കഴിഞ്ഞാലും പറയണം, നിരന്തരമായി പറഞ്ഞുകൊണ്ടിരിക്കണം. അത് പറയാൻ കൂടി ചുമതലപ്പെട്ട പ്രസ്ഥാനമാണ് ഇടതുപക്ഷം എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഞാനിത് പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ, ചരിത്രപരമായോ അല്ലെങ്കിൽ ഭൂമിശാസ്ത്രപരമായോ മറ്റെന്തെങ്കിലും തരത്തിലുള്ള ഏത് മാനദണ്ഡം വെച്ച് നോക്കിയാലും പള്ളി പൊളിച്ചതിന് യാതൊരു ന്യായീകരണവും ഇല്ല. 1528-29 പള്ളി നിർമ്മിക്കപ്പെടുന്നത്.
നോക്കൂ, ഉത്തരേന്ത്യയിലെ രാമഭക്തി വലിയ തോതിൽ വ്യാപിപ്പിക്കുന്നതിന് ഇടയാക്കിയിട്ടുള്ള ഒരു വ്യക്തിയെ എടുക്കുകയാണെങ്കിൽ, ഭക്തി പ്രസ്ഥാനമാണ് പൊതുവിൽ, ഒരു വ്യക്തിയെ എടുക്കുകയാണെങ്കിൽ അത് തുളസീദാസൻ എന്നു പേരുള്ള ഒരു കവിയാണ്. നിങ്ങൾ അദ്ദേഹത്തെ പറ്റി കേട്ടിട്ടുണ്ടാവും. ഇന്നത്തെ ഉത്തർപ്രദേശിലാണ് തുളസീദാസൻ ജനിച്ചത്. ഉജ്ജയിനിയിൽ വെച്ചിട്ടാണ് അദ്ദേഹം മരണമടയുന്നത്. അദ്ദേഹം ജനിക്കുന്നത് 1540 എന്ന് വെച്ചാല് ബാബർ പള്ളി ഉണ്ടാക്കിയതിനു ശേഷം ഒരു 10-28 വർഷത്തിന് അപ്പുറത്താണ്, 28 അല്ലെ, 30 വർഷത്തിനപ്പുറത്താണ് തുളസീദാസൻ ജനിക്കുന്നത്. അദ്ദേഹത്തിന് വളരെ പ്രസിദ്ധമായിട്ടുള്ള പുസ്തകം രാമചരിതമാനസാണ്. ആ പുസ്തകം അദ്ദേഹം എഴുതിയത് 1575 എന്നാണ് വിശ്വാസം. എന്ന് വെച്ചാല് ബാബർ പള്ളി നിർമ്മിച്ചതിന് ശേഷം ഒരു 19 കൊല്ലത്തിന് ശേഷമാണ് രാമചരിതമാനസ് എഴുതുന്നത്. ഉത്തരേന്ത്യയിലെ ജനങ്ങള് ശ്രീരാമഭക്തിയിൽ ആറാടിയത് വാൽമീകിയുടെ രാമായണം വായിച്ചിട്ടല്ല, അധ്യാത്മരാമായണം വായിച്ചിട്ടല്ല, രാമചരിതമാനസ് വായിച്ചിട്ടാണ്. ഈ പള്ളി നിർമ്മിച്ചതിന് ശേഷം 50 വർഷം കഴിഞ്ഞ് എഴുതപ്പെട്ട ഒരു കവിതയിൽ ഒരുപക്ഷെ ഇന്ത്യയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ രാമഭക്തരിൽ ഒരാളായിട്ടുള്ള ഒരു മനുഷ്യൻ ഈ ഒരു പള്ളിയുടെ കാര്യം ഇങ്ങനെ തന്റെ പ്രഭുവായിട്ടുള്ള ശ്രീരാമചന്ദ്രന്റെ പേരിലുള്ള ഒരു അമ്പലം തകർത്തിട്ടാണ് ഈ പള്ളി നിർമ്മിച്ചത് എന്ന് രേഖപ്പെടുത്തുമായിരുന്നില്ലേ? ആലോചിച്ച് നോക്കൂ. ഇപ്പൊ നമ്മളിപ്പോ, എനിക്ക് 50 വയസ്സായി. എന്റെ നാട്ടില് ഒരു 50 കൊല്ലം മുന്നേ നടന്നിട്ടുള്ള കാര്യങ്ങൾ ഞാൻ കണ്ടിട്ടുണ്ടാവില്ല. എന്റെ അമ്മ എന്നോട് പറഞ്ഞിട്ടുണ്ടാവില്ലേ, എന്റെ അച്ഛൻ എന്നോട് പറഞ്ഞിട്ടുണ്ടാവില്ല. ഒരു പശുക്കുട്ടി ചത്ത വിവരമൊന്നും ചിലപ്പോ പറയാണ്ടാവില്ല. പക്ഷെ എന്റെ അയൽപക്കത്ത് 50 വർഷം മുൻപേ ഒരു അമ്പലം തകർക്കപ്പെട്ടിരുന്നുവെങ്കിൽ എന്റെ ചോദ്യം ഇതാണ്, എന്റെ അമ്മ, ഞാൻ ഒരു ഭക്തനല്ല എങ്കിൽ പോലും എന്നോടത് പറയുമായിരുന്നില്ലേ? എന്റെ നാട്ടില് ഒരു വലിയ കലാപുണ്ടായിട്ട് 10-60 കൊല്ലം മുമ്പേ ഒരു 10-60 ആള്, 70 ആള്, 100 ആള് കൊല്ലപ്പെട്ടിരുന്നുവെങ്കിൽ നമുക്ക് പറഞ്ഞുകൊണ്ടോ അറിയാത്തത് കൊണ്ടോ പ്രത്യേകിച്ച് ഗുണവും ദോഷവും ഇല്ല. പക്ഷെ എന്റെ അച്ഛൻ എന്നോടത് പറയുമായിരുന്നില്ലേ? നിങ്ങളുടെ നാട്ടിൽ സംഭവിച്ചാൽ നിങ്ങളുടെ നാട്ടുകാർ അത് നിങ്ങളോട് പറയുമായിരുന്നില്ലേ? ഈ ഒരു യുക്തി വെച്ച് നോക്കിയാൽ തുളസീദാസിനെ പോലെയുള്ള ഒരു രാമഭക്തൻ 50 വർഷം പിറകിൽ നടന്നിട്ടുള്ള ഒരു ക്ഷേത്ര ധ്വംസനം അറിയാതെ പോയി എന്ന് കരുതാൻ മാത്രം വിഡ്ഢികളാകണോ നമ്മള്? അദ്ദേഹം പറഞ്ഞിട്ടില്ല, എവിടെയും രേഖപ്പെടുത്തിയിട്ടില്ല. രാമചരിതമാനസിൽ മാത്രമല്ല, അദ്ദേഹത്തിന്റെ ഹനുമാൻ ചാലീസ പോലെ വേറെയും ഒരുപാട് ഗ്രന്ഥങ്ങളുണ്ട്. എവിടെയും അത് പറഞ്ഞിട്ടില്ല. എന്തുകൊണ്ട് പറഞ്ഞിട്ടില്ല? ഇന്ന് പലരും വിശ്വസിക്കുന്നത് പോലെ അമ്പലം തകർത്തിട്ടാണ് പള്ളി പൊളിച്ചത് എന്ന് അന്ന് ആരും വിശ്വസിച്ചിട്ടില്ല. അതങ്ങനെ നടന്നിട്ടില്ല. ഞാൻ ആ കാര്യം തീർച്ചയായിട്ട് പറയല്ല. രണ്ടാമതൊരു ഉദാഹരണം നോക്കൂ. അത് ശിവജിയുടെ കാര്യമാണ്. ശിവജി മറാത്തയിലെ രാജാവായിരുന്നു. ഈ പള്ളി നിർമ്മിച്ചതിന് ശേഷം ഒരു 125-130 കൊല്ലം കഴിഞ്ഞതിന് ശേഷമാണ് ശിവജിയുടെ കാലം. 1630 മുതൽ 80 വരെയുള്ള ഒരു കാലം. ഇന്ന് അദ്ദേഹത്തെ സംഘപരിവാർ ഇന്ത്യയിൽ അവതരിപ്പിക്കുന്നത് ഹിന്ദു ഹൃദയ സാമ്രാട്ട് എന്നുള്ള നിലയ്ക്കാണ്. അദ്ദേഹം ഔറംഗസീബുമായി നിരന്തരമായ യുദ്ധത്തിൽ ഏർപ്പെട്ടിരുന്നു എന്ന് നമുക്കറിയാം. പക്ഷെ ആ യുദ്ധം ഹിന്ദുവിനെ രക്ഷിക്കാൻ വേണ്ടിയിട്ടായിരുന്നില്ല. ഔറംഗസീബ് അത് നടത്തിയത് മുസ്ലിമിനെ രക്ഷിക്കാനും വേണ്ടിയായിരുന്നില്ല. രണ്ടാളുടെയും പ്രശ്നം അവരുടെ രാജ്യമായിരുന്നു, രണ്ടാളുടെയും പ്രശ്നം അവരുടെ അധികാരമായിരുന്നു, വേറെ ഒന്നുമായിരുന്നില്ല. അത് വേറൊരു കാര്യമാണ്. ഞാൻ അതല്ല പറയുന്നത്. നിങ്ങൾ എവിടെയെങ്കിലും ഈ തന്റെ ജീവിതകാലം അത്രയും നിരന്തരമായ യുദ്ധങ്ങൾ നടത്തി പോന്ന, ആൾമോസ്റ്റ് എല്ലാ സമയത്തും യുദ്ധക്കളത്തിൽ തന്നെ തന്റെ ജീവിതം ചെലവഴിച്ച, പ്രത്യേകിച്ച് ഔറംഗസീബുമായിട്ടുള്ള യുദ്ധത്തിന് ജീവിതത്തിന്റെ വലിയൊരു ഭാഗം നീക്കിവെച്ചിട്ടുള്ള ശിവജി എപ്പോഴെങ്കിലും ഔറംഗസീബിന്റെ മുതുമുത്തച്ഛൻ തകർത്ത് കളഞ്ഞ ഒരു ശ്രീരാമക്ഷേത്രത്തിന് വേണ്ടി ഒരു ചെറുവിരൽ അനക്കിയതായി നിങ്ങൾ എവിടെയെങ്കിലും ചരിത്രത്തിൽ വായിച്ചിട്ടുണ്ടോ? എവിടെയെങ്കിലും? 130 കൊല്ലമായിട്ടേ ഉള്ളൂ. വായിച്ചിട്ടില്ല. എന്തുകൊണ്ട് വായിച്ചിട്ടില്ല? അങ്ങനെ ഒരു സംഗതി നടന്നിട്ടില്ല. എന്തുകൊണ്ട് നടന്നിട്ടില്ല? നടക്കാതിരിക്കാനുള്ള കാരണം ക്ഷേത്രം തകർത്തിട്ടാണ് പള്ളി നിർമ്മിക്കപ്പെട്ടത് എന്ന ഇന്നത്തെ സംഘപരിവാർ നരേഷൻ ശിവജിയുടെ കാലത്ത് ഉണ്ടായിരുന്നില്ല. അത് വസ്തുതയായിരുന്നില്ല. അതുകൊണ്ട് അങ്ങനെ ഒരു ക്ഷേത്രം അവിടെ ഉണ്ടായിരുന്നില്ല. ആ ക്ഷേത്രം അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും തകർക്കപ്പെട്ടിട്ടുമില്ല. പിന്നെ അത് എപ്പോഴാണ് വന്നത്? ബ്രിട്ടീഷുകാരുടെ വരവിന് ശേഷം 19-ാം നൂറ്റാണ്ടിന്റെ മധ്യത്തിലാണ് ഒരു ബ്രിട്ടീഷ് ഓഫീസർ പള്ളി ഉണ്ടാക്കിയത് ക്ഷേത്രം തകർത്തിട്ടാണ് എന്ന് ഒരു കൂട്ടം ഹിന്ദുക്കൾ വിശ്വസിക്കുന്നുണ്ട് എന്ന റിപ്പോർട്ട് നൽകിയത്. 5ാം ക്ലാസ് തൊട്ട് ചരിത്രം പഠിക്കുന്ന ആളുകൾക്കറിയാം, ഭിന്നിപ്പിച്ച് ഭരിക്കുക എന്നത് ബ്രിട്ടന്റെ ഒരു നയമായിരുന്നു എന്ന്, അല്ലെ? നമ്മൾ 5ാം ക്ലാസ് തൊട്ട് പഠിച്ചു പോകുന്ന ഒരു കാര്യമാണ്.
ഹിന്ദുക്കളും മുസ്ലിങ്ങളും ബ്രിട്ടനെതിരായിട്ടുള്ള സമരത്തിന് വരുമ്പോ, സാമ്രാജ്യ വിരുദ്ധ പോരാട്ടത്തിന് വരുമ്പോ അവരെ മതം പറഞ്ഞ് ഭിന്നിപ്പിക്കാൻ വലിയ വലിയ സൂത്രങ്ങൾ പ്രയോഗിച്ചിട്ടുള്ള ഒരു സംവിധാനമാണ് ബ്രിട്ടീഷ് സാമ്രാജ്യത്വം എന്ന് നമുക്കറിയാം. അപ്പൊ അവര് പറഞ്ഞുണ്ടാക്കിയിട്ടുള്ള ഒരു കാര്യമാണ്. അത് 19ാം നൂറ്റാണ്ടിന് ഒരു മധ്യത്തിന് ശേഷമാണ് ഈ ഒരു കഥ മെനയപ്പെടുന്നത്. അതിനുശേഷം കുറെ ആൾക്കാർ എങ്ങനെ വിശ്വസിക്കുന്നുണ്ട്, ആളുകൾ എന്തൊക്കെ വിശ്വസിക്കുന്നുണ്ട്. ഇപ്പൊ തിരുവില്ലാമല ഐവർ മഠത്തെ പറ്റിയുള്ള വിശ്വാസം എന്താ? പാണ്ഡവന്മാര് വന്നിട്ട് അവിടെ ബലിതർപ്പണം നടത്തി, അതിനുശേഷമാണ് യുദ്ധത്തിലൊക്കെ കൊല്ലപ്പെട്ട ആത്മാക്കൾക്ക് മോക്ഷം കിട്ടിയത്. അതൊരു വിശ്വാസമാണ്. ആ വിശ്വാസത്തെ കൊണ്ട് ഇപ്പൊ നമുക്ക് അപകടമൊന്നുമില്ല, ദ്രോഹമൊന്നുമില്ല. ഈ ഹനുമാൻ മറ്റേ മരുന്ന് കൊണ്ട് പറഞ്ഞല്ല, ആ പർവ്വതത്തിന്റെ ഒരു കഷ്ണം അടർന്നു വീണിട്ട് മലയായി മാറിയ എത്ര മലകൾ ഇന്ത്യയിലുണ്ടെന്ന് ഞങ്ങളുടെ വിചാരം? എത്ര മലകൾ? ഒരു 8 എണ്ണത്തിലെങ്കിലും ഞാൻ പോയിട്ടുണ്ട്. അപ്പൊ ആളുകൾ എന്താ പറയാ, അവിടെയുള്ള ആൾക്കാർ എന്താ പറയാ, ഹനുമാൻ മരുന്ന് കൊണ്ട് ചാടിയപ്പോ അതിന്നൊരു കഷ്ണം പാറ വീണു, അത് ഇവിടുത്തെ ഇങ്ങനെ ഒരു മലയായിട്ട് മാറി. അതുകൊണ്ട് ഇപ്പൊ നമുക്ക് അബദ്ധമൊന്നുമില്ല. അവിടെയുള്ള ആൾക്കാർ അങ്ങനെ വിശ്വസിക്കുന്നു. ഇങ്ങനെ നോക്കൂ, എല്ലാ മതത്തിലും ഇങ്ങനെ എന്തൊക്കെ വിശ്വാസങ്ങളുണ്ട് അല്ലെ? ശ്രീരാമൻ വന്ന സ്ഥലമാണ്, ശ്രീകൃഷ്ണൻ വന്ന സ്ഥലമാണ്, ഭഗവതിയുടെ കാല് നമ്മുടെ പിന്നെ നാരായണതുരാന്തന്റെ രായനെല്ലൂരുടെ മലയുടെ മുകളിലുള്ള ആ കുഴിയിൽ വെള്ളമുണ്ടല്ലോ, ഭഗവതി ചവിട്ടിയ ആ പാടിൽ അങ്ങനെ കുഴിഞ്ഞു പോയി, അവിടെ വെള്ളം ഉണ്ട് എന്നാ ആൾക്കാർ വിശ്വസിച്ചോട്ടെ. അതുകൊണ്ട് എന്താ ഒരു അപകടമുള്ളൂ? നമുക്കൊരു ബുദ്ധിമുട്ടില്ല, അങ്ങനെ വിശ്വസിക്കാം. നിങ്ങൾക്ക് ഭഗവതിയുടെ കാൽപാദം കുഴിഞ്ഞ് ഉണ്ടായ ആ കുഴിയിൽ നിന്ന് വെള്ളം എടുത്ത് കുടിക്കാം, നിങ്ങൾക്ക് പുണ്യായി എന്ന് വിചാരിക്കാം, നിങ്ങൾക്ക് മോക്ഷമായി എന്ന് വിചാരിക്കാം, യാതൊരു അബദ്ധമില്ല എന്ന മട്ടിൽ നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാല്, ഈ ഇന്നത്തെ അയോധ്യ എന്ന് പറയുന്ന സ്ഥലത്ത് ശ്രീരാമൻ ജനിച്ചതാണ്, ഇത് ഇവിടെയാണ് എന്ന് കരുതുന്ന 16ഓളം സ്ഥലങ്ങളെങ്കിലും ഉണ്ട് എന്നാണ് പിന്നെ 1989 പ്രൊഫസർ R.S. ശർമ്മ ഇന്ത്യൻ എക്സ്പ്രസിനോ മറ്റോ നൽകിയിട്ടുള്ള ഒരു അഭിമുഖത്തിൽ പറയുന്നത്. 16ഓളം സ്ഥലങ്ങൾ. അതിലൊരു തമാശ എന്താന്ന് വെച്ചാല്, അതെല്ലാം ഇതിനോട് ചുറ്റിപ്പറ്റിയിട്ടാണല്ലോ, ഇതിനോട് ചുറ്റിപ്പറ്റിയിട്ടുള്ള സ്ഥലങ്ങളാണ്. അതിലൊരുപാട് ഇപ്പോ അമ്പലങ്ങളുണ്ട്, കൗസല്യ ഭവനുണ്ട്, ദശരഥ ഭവനുണ്ട്, ഹനുമാൻ ഗഡി മന്ദിർ എന്ന് പറഞ്ഞിട്ട് ഒരു മന്ദിറുണ്ട്. മന്ദിർ എന്ന് പറയുന്ന ക്ഷേത്രമാണ്. ആ ക്ഷേത്രം, ആ മന്ദിർ ഉണ്ടാക്കിയത് ഔധിലെ നവാബായിട്ടുള്ള മൻസൂർ അലിയാണ്. അപ്പൊ അവിടെയുള്ള പൂജാരി വിചാരിക്കുന്നത് ഇവിടെയാണ് ശ്രീരാമൻ ജനിച്ചത് എന്നാണ്. അല്ലാണ്ട് ഈ ബാബരി മസ്ജിദിനകത്താണ് എന്ന് മാത്രമല്ല, ബാബരി മസ്ജിദിനകത്താണ്, ഈ പള്ളിക്കകത്താണ് ശ്രീരാമൻ ജനിച്ചത് എന്ന ധാരണ വിശ്വ ഹിന്ദു പരിഷത്ത് ഉണ്ടാക്കിയിട്ടുള്ള ഒരു ധാരണയാണ്. ആ ധാരണ ഉണ്ടായത് 1949 ശേഷം മാത്രമാണ്. അതിനു മുൻപ് എവിടേക്കോ രാമൻ, അയോധ്യ എന്ന് പറയുമ്പോ അങ്ങനെയല്ലോ, യഥാർത്ഥത്തില് വാൽമീകിയുടെ രാമായണം ഒരാവർത്തിയെങ്കിലും വായിച്ചിട്ടുള്ള ആൾക്കാർക്കറിയാം, ആ അയോധ്യയും ഈ അയോധ്യയും തമ്മിൽ യാതൊരു ബന്ധവുമില്ല. ഇന്ന് നമ്മൾ പറയുന്ന ശ്രീലങ്കയും രാമായണത്തിലെ ലങ്കയും തമ്മിൽ യാതൊരു ബന്ധവുമില്ല. ആ ലങ്ക എന്ന് പറയുന്നത് ഉത്തർപ്രദേശിലോ മധ്യപ്രദേശിലോ എവിടെയുള്ള ഒരു സ്ഥലം മാത്രമാണ്, ഒരു തടാകത്തിനപ്പുറത്തെ ഒരു ദ്വീപ് എന്ന മട്ടിലുള്ള ഒരു സംഗതിയാണ്. രാമായണം ആരെങ്കിലും വായിച്ചിട്ടുണ്ടെങ്കിൽ അറിയാം, തെക്കേ ഇന്ത്യയെ പറ്റിയുള്ള യാതൊരു പരാമർശവും ഇല്ല. തെക്കേ ഇന്ത്യ രാമായണം എഴുതിയിട്ടുള്ള ആള് അല്ലെങ്കിൽ രാമായണം എഴുതിയിട്ടുള്ള ആൾക്കാര് കണ്ടിട്ടേ ഇല്ല. പക്ഷെ നമ്മൾ വിചാരിക്കുന്നത് ഈ ലങ്കയാണ് എന്നുള്ളതാണ്. അതൊക്കെ എന്താ ഒരു കാര്യം എന്നറിയോ, ഈ ചരിത്രത്തിന്റെ ഒരു പ്രത്യേകത, നമ്മുടെ ഇന്നത്തെ രാഷ്ട്രീയ ആവശ്യങ്ങളെ നിങ്ങൾക്ക് ആരോപിക്കാൻ പറ്റുന്ന സൗകര്യമുള്ള ഒരു സാധനമാണ് ചരിത്രം. ഒരു സൗകര്യമുണ്ട്, എനിക്കൊരു താല്പര്യമുണ്ട്, എനിക്കൊരു ആവശ്യമുണ്ട്, ഈ ആവശ്യത്തെ നിങ്ങൾക്ക് അവിടെ കൊണ്ടുപോയിട്ട് നിക്ഷേപിക്കാം, അത്രേ ഉള്ളൂ. അപ്പൊ ആ ഒരു സൗകര്യത്തെ നല്ലതുപോലെ ഇന്ത്യയിൽ ഉപയോഗപ്പെടുത്തിയ ഒരു രാഷ്ട്രീയ വിഭാഗമാണ് സംഘപരിവാർ എന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പോ അവരെന്താ ചെയ്തെന്ന് വെച്ചാല് 1949 നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടാവും, ഡിസംബർ മാസം 22-ാം തീയതിയാണ് രാത്രിയില് ഈ ബാബറി മസ്ജിദിനകത്ത് സീതയുടെയും ശ്രീരാമന്റെയും വിഗ്രഹം അവര് കൊണ്ടുപോയി വെച്ചു. രാത്രി അർദ്ധരാത്രി ഒരു 50-100 ആൾക്കാര് സംഘം ചേർന്ന് അതിന്റെ അകത്ത് കൊണ്ടുപോയിട്ട് വെച്ചു. പിറ്റേ ദിവസം രാവിലെ അവിടെ വന്നിട്ടുള്ള ഒരു പോലീസുകാരന്റെ മൊഴിയുണ്ട്. അദ്ദേഹത്തിന്റെ പേര് മാതാ പ്രസാദ് എന്നാണ്. ഭാഗ്യത്തിന് ആ മൊഴിയെല്ലാം ലഭ്യമാണ്. അവിടെ കേസ് രജിസ്റ്റർ ചെയ്തപ്പോൾ അതിൽ FIRൽ അയാളുടെ മൊഴിയുണ്ട്. അയാൾ പറഞ്ഞൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഞാൻ രാവിലെ ഇവിടെ വന്നു. എവിടെ? അപ്പൊ ഈ പള്ളി എന്ന് പറയുന്നത്, ബാബറി മസ്ജിദ് എന്ന് പറയുന്നത് ഒരു മതിലൊക്കെ കെട്ടിയിട്ടുള്ള ഒരു സ്ഥലമാണ്. ആ മതിലിന് പുറത്ത് ഒരു സ്ഥലമുണ്ട്, രാം ചബൂത്ര എന്നാണ് ആ സ്ഥലത്തിന്റെ പേര്.
ആ സ്ഥലത്താണ് ശ്രീരാമൻ ജനിച്ചത് എന്നാണ് അതുവരെ അവിടെയുള്ള കുറച്ച് ആൾക്കാർ വിശ്വസിച്ചിരുന്നത്. ദയവ് ഇത് മനസ്സിലാക്കണേ, പള്ളിക്കകത്തല്ല, പള്ളിക്ക് പുറത്തുള്ള രാം ചബൂത്രയിലാണ് ശ്രീരാമൻ ജനിച്ചത് എന്ന് ആര് വിശ്വസിക്കുന്നു? അവിടെ പർട്ടിക്കുലർ ഏരിയയിലുള്ള ആൾക്കാർ. അത്രയേ ഉള്ളൂ. അപ്പുറത്ത് കൗസല്യ ഭവന്റെ പൂജാരി വിചാരിക്കുന്നത് അവിടെ ജനിച്ചത് എന്നുള്ളതാണ്. ഹനുമാൻഗഡി മന്ദിറിലെ പൂജാരി വിചാരിക്കുന്നത് അവിടെയാണ് ജനിച്ചത് എന്നുള്ളതാണ്. ഇവിടെയുള്ള ആൾക്കാരോ മന്ദിറിനകത്തല്ല, മന്ദിറിന് പുറത്തുള്ള ഈ രാം ചബൂത്ര എന്ന് പറയുന്നത് ഒരു 20-22 അടി നീളവും വീതിയും ഒക്കെ ഉള്ള ഒരു പ്ലാറ്റ്ഫോമാണ്. അത് ഈ മസ്ജിദിൽ നിന്നൊക്കെ വേർപെടുത്തിയിട്ട് മതിലൊക്കെ കെട്ടി ഒരു റെയിലൊക്കെ കൊണ്ട് വിഭജിക്കപ്പെട്ടിട്ടുള്ള ഒരു സ്ഥലമാണ്. അപ്പൊ അവിടെ രാമക്ഷേത്രം നിർമ്മിക്കണമെന്ന് പറഞ്ഞ് 1885 രഘുനാഥ് പീർ എന്ന് പേരുള്ള ഒരു മഹന്ത്, ഒരു സന്യാസി ഫൈസാബാദിലെ കോടതിയെ സമീപിക്കേണ്ടായി. ശ്രദ്ധിക്കണേ, 1885 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഉണ്ടായിട്ടുള്ള കൊല്ലാണ്. ഡെപ്യൂട്ടി കമ്മീഷണർക്ക് ഇദ്ദേഹം ഒരു അപേക്ഷ കൊടുത്തു. അപേക്ഷയുടെ കാര്യം ഇതാണ്: ഈ രാം ചബൂത്രയിൽ, പള്ളിയുടെ അകത്തല്ല, ഒരു രാമക്ഷേത്രം നിർമ്മിക്കണം. അത് പള്ളിക്ക് വെളിയിലാണ്. കാരണം അങ്ങനെ കുറച്ച് ആൾക്കാർ വിശ്വസിക്കുന്നു ഇവിടെയാണ് രാമൻ ജനിച്ചത്. അപ്പോഴും അകത്താണെന്നുള്ള വിശ്വാസം ഇല്ല. പിന്നെയാണോ അവിടുന്ന് ക്ഷേത്രത്തിന്റെ അവശിഷ്ടം കിട്ടുന്ന കാര്യം. പക്ഷെ അത് ഫസ്റ്റ് ഓഫ് ഓൾ തന്നെ കോടതി അത് തള്ളി. ഡെപ്യൂട്ടി കമ്മീഷണർ തള്ളാനുള്ള കാരണം ശ്രീരാമൻ ജനിച്ചോ ജനിച്ചില്ല എന്നുള്ള തർക്കത്തിലേക്കൊന്നും കോടതി പോയില്ല. ക്രമസമാധാന പ്രശ്നം മുൻനിർത്തിയിട്ട് അത് തള്ളണമെന്നാണ് പറഞ്ഞത്. പിന്നീട് അതിങ്ങനെ കുറച്ച് നീറി നിന്നു. 49-ലാണ് വളരെ ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു നീക്കം വിശ്വ ഹിന്ദു പരിഷത്ത് നടത്തുന്നത്. അത് ഈ ക്ഷേത്രത്തിനകത്ത് ഈ വിഗ്രഹം കൊണ്ടുപോയിട്ട് വെച്ചിട്ടാണ്. അപ്പോ ഞാൻ പറഞ്ഞല്ലോ, ഈ പോലീസുകാരന്റെ മൊഴിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോ നെഹ്റു ഇവരെ അറിയുന്നുണ്ട്. അന്ന് ഉത്തർപ്രദേശിലെ മുഖ്യമന്ത്രി JB പന്താണ്. നെഹ്റു അദ്ദേഹത്തെ വിളിച്ചു പറഞ്ഞു, ഇത് പെട്ടെന്ന് എടുത്തിട്ട് യമുനയിൽ ഒഴുകിക്കളയണമെന്ന് പറഞ്ഞു. മുഖ്യമന്ത്രി അന്നത്തെ ഫൈസാബാദിലെ ജില്ലാ മജിസ്ട്രേറ്റ് ആയിരുന്ന KK നായരെ വിളിച്ച് അത് എടുത്ത് കളയാൻ വേണ്ടി ആവശ്യപ്പെട്ടു. പക്ഷെ അദ്ദേഹം അത് കളഞ്ഞില്ല. ഇതിന്റെ ഒരു വിധിവൈപരീത്യം എന്ന് പറയാമോ എന്നറിയില്ല. മലയാളികൾ എന്നുള്ള നിലയ്ക്ക് നമ്മൾ ലജ്ജിക്കേണ്ട ഒരു കാര്യം എന്താന്ന് വെച്ചാൽ, നമ്മുടെ രാജ്യത്തിന്റെ മതനിരപേക്ഷ പാരമ്പര്യത്തെ തകർക്കുന്നതിന്, ഇന്ത്യ എന്ന ഈ സങ്കല്പത്തിന്റെ തന്നെ അടിത്തറ മാന്തുന്നതിന് നിമിത്തമായത്, അല്ലെങ്കിൽ അതിന് നേതൃത്വം കൊടുത്തിട്ടുള്ള 2 പ്രധാനപ്പെട്ട ആൾക്കാർ മലയാളികളാണ് എന്ന കാര്യത്തിൽ മലയാളികളായി നാം ലജ്ജിക്കേണ്ടതാണ് എന്നൊരു അഭിപ്രായം കൂട്ടത്തിൽ ഞാൻ പങ്കുവയ്ക്കുകയാണ്. ഒന്ന് KK നായരാണ്. അങ്ങോട്ട് ഈ സാധനം എടുത്തിട്ട് നെഹ്റു പറഞ്ഞത് കേട്ട്, JB പന്ത് പറഞ്ഞത് കേട്ട് ഇത് യമുനയിൽ ഒഴുക്കിയിരുന്നുവെങ്കിൽ ഇന്നത്തെ ഈ സായാഹ്നത്തിൽ മറ്റൊരു വിഷയം നമുക്ക് സംസാരിക്കാൻ ഒരു പക്ഷേ സാധിക്കുമായിരുന്നു. പക്ഷെ അങ്ങനെ ചെയ്തില്ല. അതിന് അദ്ദേഹത്തിന് നല്ല പ്രതിഫലം കിട്ടാണ്ടായി. അദ്ദേഹം ഈ മജിസ്ട്രേറ്റ് പണിയൊക്കെ രാജിവെച്ചു. ജനസംഘത്തിന്റെ ടിക്കറ്റില് പാർലമെന്റ് മെമ്പറായിട്ട് മാറുകയുണ്ടായി. രണ്ടാമത്തെ ആള് ഞാൻ നേരത്തെ പറഞ്ഞ KK മുഹമ്മദ് എന്ന നമ്മുടെ കോഴിക്കോട്ടുകാരനായിട്ടുള്ള മനുഷ്യനാണ്. അതുകൊണ്ട് അത് വേറൊരു കാര്യമാണ്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നതെന്ന് വെച്ചാൽ, ഈ ഒരു 49-ന് ശേഷം പിന്നെ ഈ പ്രക്ഷോഭം അവര് ആളിക്കത്തിച്ചു. ഈ പ്രക്ഷോഭം ആളിക്കത്തിക്കുന്നതിന്റെ പിറകിലുള്ള ഒരു താല്പര്യം കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. അതെന്താന്ന് വെച്ചാൽ, ഹിന്ദുത്വം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ അതൊരു രാഷ്ട്രീയ പദ്ധതിയാണ് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അത് ഹിന്ദുയിസവുമായി ബന്ധപ്പെട്ട ഒരു കാര്യമല്ല. അത് മതവുമായി, വിശ്വാസവുമായി, ആചാരാനുഷ്ഠാനങ്ങളുമായി ഒന്നും ബന്ധപ്പെട്ട ഒരു കാര്യമല്ല. മറിച്ച് അത് സവർണ ഹിന്ദുവിന്റെ രാഷ്ട്രീയ അധികാരം പുനഃസ്ഥാപിക്കുന്നതിന് വേണ്ടി സാധാരണ ഹിന്ദുവിനെ ഒരു പൊളിറ്റിക്കൽ ഹിന്ദുവായി, രാഷ്ട്രീയ ഹിന്ദുവായി പരിവർത്തനം ചെയ്യുന്നതിന് വേണ്ടിയുള്ള ഒരു പദ്ധതിയാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. സാധാരണ ഹിന്ദു എന്താണ്? ആത്മീയമായി മതം എന്ന് പറയുന്നത് തന്നെ ആത്മാവും പരമാത്മാവും തമ്മിലുള്ള ഒരു കാര്യമാണ്. ഇങ്ങനെയല്ല, ഞാനും ഷാജിയും തമ്മിലുള്ള കാര്യം പോലെയല്ല ഞാനും പരമാത്മാവും തമ്മിലുള്ള ഒരു കാര്യമാണ്. എനിക്കും പരമാത്മാവിനും ഇടയിൽ നിങ്ങളുടെ ആവശ്യമില്ല. എന്താണ് അതിന്റെ ആവശ്യം? ഏത് മതമാകട്ടെ, മതം എന്ന് പറയുന്നത് ഈ 2 പേർ തമ്മിലുള്ള, 2 പേർ എന്ന് പറയാമോ എന്നറിയില്ല, ഞാൻ പറഞ്ഞില്ല, ഞാനും ദൈവവും തമ്മിലുള്ള ഒരു ബന്ധത്തിന്റെ കാര്യമാണ് മതം സംസാരിക്കുന്നത്. അല്ലെങ്കിൽ മതം അതിലാണ് ഇടപെടുന്നത്. അതുകൊണ്ടാണ് അത് ആത്മീയമായിട്ടൊരു കാര്യമായി മാറുന്നത്. പക്ഷെ ഹിന്ദുത്വം ഹിന്ദുവിനെ ആത്മീയ ഹിന്ദുവാക്കി നിലനിർത്താനല്ല, മറിച്ച് രാഷ്ട്രീയ ഹിന്ദുവാക്കി മാറ്റാനാണ് പരിശ്രമിക്കുന്നത്. ആ രാഷ്ട്രീയ ഹിന്ദുവിന്റെ കണ്ടന്റ് എന്ന് പറയുന്നത് ജാതിയെ അടിസ്ഥാനമാക്കിയുള്ളതാണ്. ഈ ജാതി ഘടനയെ നിലനിർത്തിക്കൊണ്ട് സവർണ ഹിന്ദുവിന്റെ, ഉയർന്ന ജാതിയുടെ രാഷ്ട്രീയ അധികാരത്തെ നിർമ്മിച്ചെടുക്കുക, സ്ഥാപിച്ചെടുക്കുക എന്ന കൃത്യമായ പൊളിറ്റിക്കൽ അജണ്ടയാണ് രാഷ്ട്രീയ ഹിന്ദുത്വത്തിന്റെ അജണ്ട എന്ന് നമ്മൾ പറഞ്ഞിട്ടില്ലെങ്കിൽ വേറെ ആരാണ് പറയുക? നമ്മളത് പറഞ്ഞുകൊണ്ടിരിക്കണം. അവരിതിന്റെ കൂട്ടത്തിൽ ബുള്ളറ്റ് ട്രെയിൻ എന്ന് പറയും, വികസനം എന്ന് പറയും, അത് പറയും, ഇത് പറയും, GDP എന്ന് പറയും. പക്ഷെ ഇതിന്റെ എല്ലാം അടിത്തറയായി നിൽക്കുന്നത്
ജനങ്ങളെ കൂട്ടുന്നത്, ജനങ്ങളെ ആകർഷിക്കുന്നത് ഈ ഒരു രാഷ്ട്രീയ ഹിന്ദുത്വത്തിന്റെ പ്രോജക്റ്റുകളിലൂടെയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. അപ്പൊ 1980 ബി ജെ പി ഉണ്ടായത്. 1980 ബി ജെ പി ഉണ്ടായത്. ബി ജെ പി ഉണ്ടായപ്പോ അത് വേറൊരു തമാശയാണ്. ബി ജെ പി ഉണ്ടായപ്പോ അതിന്റെ രാഷ്ട്രീയ മുദ്രാവാക്യങ്ങളിൽ എവിടെയും ഹിന്ദുത്വം ഇല്ല, ഹിന്ദുത്വം എന്നുള്ള വാക്കില്ല, ഹിന്ദു രാഷ്ട്രമില്ല. അന്ന് അവര് പറഞ്ഞിരുന്നത് പിന്നെ ക്രിയാത്മക സോഷ്യലിസം ഇല്ല, മതനിരപേക്ഷത, ഗാന്ധിയൻ സോഷ്യലിസം, ഇങ്ങനത്തെ കുറെ കാര്യങ്ങളൊക്കെ ആയിരുന്നു. 85 അവരുടെ നാഷണൽ എക്സിക്യൂട്ടീവ് യോഗം ചേർന്നിട്ട് ഗാന്ധിയൻ സോഷ്യലിസം എന്നുള്ള ആശയത്തെ തോട്ടിലിട്ടു. പക്ഷെ നാഷണൽ കമ്മിറ്റി അത് വീണ്ടും, കൗൺസിൽ വീണ്ടും അതിനെ തിരികെ കൊണ്ടുവന്നു. അപ്പോഴും ഹിന്ദുത്വം എന്നുള്ള വാക്കില്ല, രാമക്ഷേത്രമില്ല, ഹിന്ദു രാഷ്ട്രമില്ല. ഇതൊക്കെ മനസ്സിലാക്കണം കേട്ടോ. പക്ഷെ 89 ഈ ആശയങ്ങളെല്ലാം ബി ജെ പിയുടെ അജണ്ടയിൽ വരുന്നത്. എന്തുകൊണ്ടാണ് 80 ബി ജെ പി ഉണ്ടായത്? എന്തുകൊണ്ടാണ് 80 നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ തുളസീദാസിന് തോന്നാത്ത കാര്യം, സാക്ഷാൽ ശിവജിക്ക് തോന്നാത്ത കാര്യം എന്തുകൊണ്ടാണ് 80 ഹിന്ദുക്കൾക്ക് തോന്നി എന്ന് നമുക്ക് തോന്നാൻ തുടങ്ങിയത്? ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. അതിന്റെ കാരണം ഇതാണ്. 80 എന്നൊക്കെ പറയുമ്പോൾ സ്വാതന്ത്ര്യം 47 വാങ്ങിച്ചിട്ട് കുറച്ച് വർഷത്തിന് ശേഷമുള്ള 10-32 വർഷത്തിന് ശേഷമുള്ള ഒരു കാലാണ്. ആ കാലത്ത് ഈ അവർണരായിട്ടുള്ള മനുഷ്യർ, ജാതിയിൽ താഴെയായിട്ടുള്ള മനുഷ്യർ, OBC വിഭാഗത്തിലൊക്കെ പെട്ട ആൾക്കാർ, അവരുടെ ഒരു സ്റ്റാറ്റസ് എന്താണ്, അവരുടെ സാമ്പത്തിക നില എന്താണ്, അവരുടെ രാഷ്ട്രീയ അധികാരത്തിന്റെ അവസ്ഥ എന്താണ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ ചർച്ചയാവാൻ തുടങ്ങിയിട്ടുള്ള ഒരു കാലാണ്. അവരുടെ മുന്നേറ്റങ്ങൾ ഉണ്ടാവുന്ന ഒരു കാലാണ്. ആ മുന്നേറ്റങ്ങളെ തടയാനും ജാതി ഹിന്ദുവിന്റെ രാഷ്ട്രീയാധിപത്യം ഉറപ്പിക്കാനും വേണ്ടിയിട്ടുള്ള വലിയ ഗൂഢാലോചനയുടെ ഭാഗമായിട്ടാണ് 80 രാമജന്മഭൂമി പ്രശ്നം ഉയർത്തിക്കൊണ്ടുവന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. 75 മണ്ഡൽ കമ്മീഷൻ ഉണ്ടാവുന്നത്. 79 അത് രൂപം കൊള്ളുന്നത്. അതിന്റെ റിപ്പോർട്ടെല്ലാം സമർപ്പിക്കുന്നുണ്ട്. ഞാൻ അതിന്റെ വിശദാംശങ്ങൾ ഇപ്പൊ പറയല്ല. അപ്പൊ ഇത് നടപ്പിലാക്കപ്പെടും എന്ന ഒരവസ്ഥ വന്നപ്പോ വിശ്വ ഹിന്ദു പരിഷത്തിന്റെ നേതൃത്വത്തിൽ വലിയ തോതിൽ ഈ ശ്രീരാമക്ഷേത്രത്തിന് വേണ്ടിയുള്ള പ്രക്ഷോഭങ്ങളും ക്യാമ്പയിനുകളും ഇന്ത്യയെമ്പാടും നടക്കുകയുണ്ടായി. എന്നിട്ട് അദ്വാനിയുടെ യാത്രയും മറ്റു കാര്യങ്ങളൊക്കെ അറിയാലോ, ഞാൻ സമയമില്ലാത്തത് വിശദീകരിക്കില്ല. ഡിസംബർ 6 ഒന്ന് ആലോചിച്ച് നോക്കണം. ഡിസംബർ 6 ബാബറി മസ്ജിദ് തകർക്കുന്നത് കേട്ടോ. ഡിസംബർ 6 എന്താണ് നാം ഇന്ന് മനസ്സിലാക്കുന്നത്? ഡിസംബർ 6 ഇനിയിപ്പോ അടുത്ത വർഷം നിങ്ങൾ ശ്രദ്ധിച്ചോളൂ. ഡിസംബർ 6 ഹിന്ദുവിന്റെ അടുത്ത വർഷമല്ല, ഇപ്പോഴും അങ്ങനെയാണ് സംഘപരിവാർ പറയുന്നത്, ഹിന്ദുവിന്റെ വിജയ ദിനമാണ് എന്നാണ്. ബ്രിട്ടീഷുകാരെ ഓടിച്ചതിനേക്കാൾ പ്രധാനപ്പെട്ട 47 ആഗസ്റ്റ് 15 പ്രധാനപ്പെട്ട ദിവസമാണ് ഡിസംബർ 6 എന്നാണ് അവർ പറയുന്നത്. യഥാർത്ഥത്തിൽ മതനിരപേക്ഷ ഇന്ത്യക്കാരായിട്ടുള്ള നാം ഓർക്കേണ്ട ഡിസംബർ 6 എന്താണ്? അത് അംബേദ്കറുടെ ഓർമ്മ ദിനമാണ്. അംബേദ്കറെ പോലെ ഒരുപക്ഷെ 20-ാം നൂറ്റാണ്ടിന്റെ ചരിത്രത്തിൽ ഹിന്ദുത്വത്തെ മാത്രമല്ല ഹിന്ദുയിസത്തെയും കടന്നാക്രമിച്ചിട്ടുള്ള ഒരു രാഷ്ട്രീയ നേതാവിനെ നമുക്ക് കാണാൻ കഴിയില്ല. ഈ സാമൂഹിക സമത്വത്തിനു വേണ്ടിയുള്ള അദ്ദേഹത്തിന്റെ അശ്രാന്തമായിട്ടുള്ള പരിശ്രമങ്ങളിൽ, നിരന്തരമായിട്ടുള്ള പോരാട്ടങ്ങളിൽ അദ്ദേഹം ഏറ്റവും കൂടുതൽ ആക്രമിച്ചിട്ടുള്ളത് ഹിന്ദുത്വയാണ്. അങ്ങനെ പറഞ്ഞാലും കൂടി തീരില്ല, ഹിന്ദുയിസത്തെയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഹിന്ദുയിസത്തെ കൂടിയാണ്, അതിലെ ജാതീയത ഉൾപ്പെടെയുള്ള കാര്യങ്ങളെയാണ്. ആ മനുഷ്യന്റെ ഓർമ്മ ദിനം തന്നെയാണ്. എത്ര ക്രൂക്കടാണ് സംഘപരി. അത് ഞാൻ വിചാരിക്കണില്ല ഡിസംബർ 6 സ്വാഭാവികമായി യാദൃശ്ചികമായി വന്നുപെട്ട ഒരു ദിവസമാണ് എന്ന് ഞാൻ ഏതായാലും വിചാരിക്കണില്ല. വേണമെങ്കിൽ അങ്ങനെ വാദിക്കാവുന്നതാണ്. എല്ലാവരും കൂടി തമ്പെടുത്ത് എത്തിയപ്പോ 6-ാം തീയതി ഈ വന്നിട്ടുള്ള 10,000-കണക്കിന് കർഷകർ ഇത് ഇദ്ദേഹം മരിച്ച ദിവസമാണ് എന്നൊക്കെ ആലോചിച്ചിട്ടാണോ നിങ്ങൾ ഇങ്ങനെ വിദഗ്ധവാദങ്ങളൊന്നും ഉന്നയിക്കാതെ എന്ന് വേണമെങ്കിൽ പറയാവുന്നതാണ്. പക്ഷെ ഞാൻ ആവർത്തിച്ച് പറയട്ടെ, ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നത് അംബേദ്കറുടെ ഓർമ്മ ദിനത്തിൽ അദ്ദേഹത്തിന്റെ സമുജ്വലമായ ഓർമ്മകളെ തകിടമറിക്കാനും അതിനെ കുഴിച്ചുകൂടാനും അതിനു മുകളിൽ ജാതി ഹിന്ദുവിന്റെ അപ്രമാദിത്വത്തിന്റെ വിജയത്തിന്റെ ദിനമായി ഈ ദിനം ഭാവിയിൽ കൊണ്ടാടപ്പെടട്ടെ എന്ന വളരെ സുനിശ്ചിതമായ തീരുമാനത്തിന്റെയും അടിസ്ഥാനത്തിലാണ് നികൃഷ്ടമായ സംഘപരിവാരം ഡിസംബർ 6 എന്ന തീയതി തന്നെ തെരഞ്ഞെടുത്തത് എന്ന കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയമില്ല. അപ്പോ അതിനുശേഷം എന്താ സംഭവിച്ചത്? ഇവരിപ്പോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇവിടെ ഉത്ഖനനമൊക്കെ നടത്തിയിട്ട് ഈ എന്തൊക്കെയോ തൂണ് കണ്ടുപിടിച്ചു. നിങ്ങൾ ജസ്റ്റ് രാത്രി ഒന്ന് ചെന്നിട്ടുണ്ടെങ്കിൽ KK മുഹമ്മദിനെ ഒന്ന് കേൾക്കണം കേട്ടോ. നമുക്ക് മമ്പരന്നു. അജാതി കള്ളങ്ങളാണ് അദ്ദേഹം സൗമ്യമായ ഭാഷയിൽ പറഞ്ഞുകൊണ്ടിരിക്കാൻ.
യഥാർത്ഥത്തിൽ അവിടെ ഇവർ പറയുന്നത് പോലെയുള്ള ഉത്ഖനനങ്ങൾ നടന്നിട്ടില്ല. 67-68 കാലത്തൊന്നും നടന്നിട്ടുണ്ട്. ഞാനിപ്പോ അതിന്റെ വിശദാംശങ്ങൾ പറയാൻ സമയമില്ല. ഈ കെ മുഹമ്മദൊന്നും അങ്ങനെ എന്തോ അവിടെ ഒരു ട്രെയിനി ആയിട്ട് നിൽക്കാൻ അദ്ദേഹം ഒന്നല്ല നടത്തിയിട്ടുണ്ട്. ബി ലാൽ എന്ന് പറഞ്ഞില്ല, അതിന്റെ ഡയറക്ടർ ജനറൽ നേതൃത്വത്തിലാണ് അവരൊരു പ്രാഥമിക റിപ്പോർട്ടാണ് കൊടുത്തിട്ടുള്ളത്. അതിൽ ഈ പറയുന്ന യാതൊരു സാധനമില്ല, ഒരു തെളിവുമില്ല, ഉണ്ട് എന്ന് നുണ പറയാണ്. പിന്നെ അദ്ദേഹം 90-ന് ശേഷമാണ് ബി ലാല് അന്നൊന്നും പറയാത്ത കാര്യങ്ങൾ 90-ന് ശേഷം അദ്ദേഹം ചില ഇന്റർവ്യൂകളിൽ പറഞ്ഞു, അദ്ദേഹം ചില പുസ്തകങ്ങളിൽ പറഞ്ഞു. പ്രത്യേകിച്ച് 90-ൽ അദ്ദേഹം RSSന്റെ നിയന്ത്രണത്തിലുള്ള മന്ഥൻ എന്ന ഒരു മാസികയിൽ എഴുതിയിട്ടുള്ള ലേഖനത്തിൽ പറഞ്ഞു, 10-30 കൊല്ലം മുമ്പേ ഞങ്ങൾ മീൻസ് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ അവിടെ ഖനനം നടത്തിയപ്പോ ക്ഷേത്രത്തിന്റെ അവശിഷ്ടങ്ങൾ കണ്ടു. പക്ഷെ അദ്ദേഹം 67 പറഞ്ഞിട്ടില്ല, 68-ൽ പറഞ്ഞിട്ടില്ല, ഇവൻ 80-ൽ പോലും പറഞ്ഞിട്ടില്ല. ഒന്നും കിട്ടിയിട്ടില്ല എന്നാ പറഞ്ഞത്. അഥവാ കിട്ടിയത് ക്ഷേത്രാവശിഷ്ടങ്ങളാണ് എന്ന് തെളിയിക്കാവുന്ന ഒന്നും കിട്ടിയിട്ടില്ല. അദ്ദേഹം ഒന്നുകൂടി പറയേണ്ടായിട്ടുണ്ട്, BC 8-ാം നൂറ്റാണ്ടിൽ അതിനുശേഷമാണ് അയോധ്യ എന്ന പ്രദേശത്ത് ജനവാസമുണ്ടായത് എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. ജനവാസമുണ്ടായ ഒരു സ്ഥലം ഒരു നഗരമൊക്കെ ആയി മാറിയിട്ട് പിന്നെയും 10-300 കൊല്ലം കഴിഞ്ഞിട്ടാവും. എന്ന് വെച്ചാൽ ഒരു BC 5-ാം നൂറ്റാണ്ട്. ഇവിടുന്ന് പിന്നിലേക്ക് വിളിച്ച 2500 കൊല്ലം മുമ്പേ. 2500 വർഷത്തിനിപ്പുറത്ത് ഇന്ത്യ ഭരിച്ചിട്ടുള്ള രാജാക്കന്മാരുടെ രാജവംശങ്ങളുടെ എല്ലാ ചരിത്രവും രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് അവിടെ ദശരഥൻ എന്നൊരു രാജാവിനെ കാണാൻ പറ്റില്ല, രാമൻ എന്ന ഒരു രാജാവിനെ കാണാൻ പറ്റില്ല. ഇക്ഷ്വാകു വംശം എന്ന ഒരു വംശ പരമ്പരയിൽ ഒരു രാജവംശം 3000 വർഷത്തിന്റെ ഇപ്പുറം അയോധ്യയിലോ ഇന്ത്യയിലോ മറ്റെവിടെയെങ്കിലുമോ ഭരണം നടത്തിയതായിട്ട് കാണാൻ പറ്റില്ല. ഇതൊന്നും ഈ പുള്ളി പറഞ്ഞിട്ടില്ല. ഇപ്പം പറഞ്ഞു എന്ന് അദ്ദേഹത്തിന്റെ ശിഷ്യനെ പറഞ്ഞുകൊണ്ടിരിക്കുക. അതിങ്ങോട്ട് വാട്സാപ്പ് കൂടെ അങ്ങോട്ട് ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് എണ്ണം പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുക. രണ്ടാമതൊരു ഉദ്ഘാടനം നടന്നത് 2003-ലാണ്. 2003 എന്ന് പറയുമ്പോഴേക്ക് കാലം മാറിയിട്ടുണ്ട്. 67-68 കാലമല്ല, വാജ്പേയി ഭരിക്കുന്ന കാലാണ്. ഫൈസാബാദ് ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരമാണ് അവിടെ 6-7 മാസം നീണ്ടു നിൽക്കുന്ന ഒരു ഉദ്ഘാടനം നടത്തിയത്. അപ്പോഴേക്ക് എന്താ കാലം മാറിയതിന്റെ പ്രത്യേകത? ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യക്ക് ഇവിടെ നിന്ന് എന്തെങ്കിലും കണ്ടുപിടിച്ചേ പറ്റും. എന്തെങ്കിലും കണ്ടുപിടിക്കണം. എന്തിന്റെ? ഈ അമ്പലത്തിന്റെ അവശിഷ്ടങ്ങളുടെ എന്തെങ്കിലും കണ്ടുപിടിക്കണം. എന്നിട്ടും ഈ മോഹത്തോടുകൂടി ഈ മണ്ണ് കുഴിച്ചു നോക്കിയിട്ടും അന്ന് ആ ഉത്ഖനനത്തിന് നേതൃത്വം കൊടുത്ത, അല്ലെങ്കിൽ അതിന് സാക്ഷിയായ എന്ന് പറയാൻ പറ്റില്ല, 2 വളരെ പ്രസിദ്ധരായിട്ടുള്ള ചരിത്രകാരികളുണ്ട്. അതിലൊരാളുടെ പേര് സുപ്രിയ വർമ്മ എന്നാണ്, വേറൊരാളുടെ പേര് ജയ മേനോൻ എന്നാണ്. ഫൈസാബാദ് ഹൈക്കോടതിയുടെ കർശനമായ നിർദ്ദേശം ഈ 2 ചരിത്രകാരികളുടെയും സാന്നിധ്യത്തിൽ അല്ലാണ്ട് ഇവിടെ ഒരു തുമ്പ മണ്ണിലിടാൻ പാടില്ല എന്നാണ്. അങ്ങനെ കുറിച്ചതാണ് 5-6 മാസം. അപ്പൊ ഇവരെല്ലാം രേഖപ്പെടുത്തുന്നുണ്ട്, അവിടുന്ന് കിട്ടുന്നതൊക്കെ രേഖപ്പെടുത്തുന്നുണ്ട്. ഈ 2 പേരും എക്കണോമിക് ആൻഡ് പൊളിറ്റിക്കൽ വീക്ക്ലിയില് ആ കാലത്ത്, ഏത് കാലത്ത്, 2003-4 വർഷങ്ങളിൽ ഈ ഉത്ഖനനത്തെ പറ്റി വിശദമായി എഴുതിയിട്ടുണ്ട്. അപ്പൊ അവർ പറഞ്ഞൊരു കാര്യം എന്ന് വെച്ചാൽ, രാമക്ഷേത്രത്തിന്റെ തൂണുകള് അവശിഷ്ടങ്ങള് കണ്ടെടുത്തേ പറ്റൂ എന്ന മട്ടിലായിരുന്നു ASIയുടെ ഉദ്യോഗസ്ഥന്മാർ. പക്ഷെ ഇത് കാണണ്ടേ, ഈ സാധനം കണ്ടുകിട്ടണ്ടേ? ഒരു സാധനം കണ്ടുകിട്ടുന്നില്ല. പക്ഷെ കിട്ടി എന്നൊന്ന് പറയാം. എന്തോ ചില തൂണുകൾ, അതിന്റെ ചില അവശിഷ്ടങ്ങൾ എല്ലാം കിട്ടി എന്ന മട്ടിലാണ്. അത് തന്നെ 2 കാര്യങ്ങളുണ്ട്. ഒന്ന്, ഇവർക്ക് അവിടെ കൊണ്ടുവന്ന് ഇടാൻ വേണമെങ്കിൽ ആ തൂണിന്റെ അവശിഷ്ടങ്ങൾ തന്നെ പൊളിഞ്ഞ അമ്പലത്തിന്റേതാണ് എന്ന് ആരും പറഞ്ഞിട്ടില്ല. അത് രാമക്ഷേത്രത്തിന്റേതാണ് എന്ന് സുപ്രീം കോടതി പറഞ്ഞിട്ടില്ല. അമ്പലത്തിന്റെ അകത്ത് ആരും കാണാതെ വിഗ്രഹം കൊണ്ടുവച്ചിട്ട് അത് സ്വയംഭൂവാണ് എന്ന് ഇപ്പോഴും പറഞ്ഞുകൊണ്ട് നടക്കണവരാട്ടോ. 49-ല് പള്ളിയുടെ ഉള്ളിൽ വിഗ്രഹം കൊണ്ടുവച്ചിട്ട് അത് തന്നെ ഉണ്ടായതാന്നാ പറഞ്ഞു. നമ്മൾ ഈ പടുമുളൊക്കെ മക്കളൊക്കെ മുളച്ചുണ്ടാവില്ലേ എന്ന പോലെ തന്നെ ഉണ്ടായതാ എന്ന് പറഞ്ഞ് നടക്കുന്നവർക്ക് ഒരു കഷ്ണം തൂണിന്റെ അവശിഷ്ടം അവിടെ കൊണ്ടുപോയിടാൻ, അതെപ്പോ വാജ്പേയിയുടെ ഭരണകാലത്ത് കൊണ്ടുപോയി 49-ൽ ഇത് ചെയ്യാമെങ്കിൽ 2023-ൽ അത് 2003-ൽ അത് ചെയ്യാൻ വല്ല പ്രയാസമുണ്ടോ? പക്ഷെ അപ്പോഴും ഞാൻ അതിന്റെ മറ്റു വിശദാംശങ്ങളിലേക്ക് പോകുകയല്ല. ഈ ക്ഷേത്രം പൊളിച്ചു എന്നതിന്റെ യാതൊരു അവശിഷ്ടവും കിട്ടിയിട്ടില്ല എന്നതാണ് വസ്തുത. പക്ഷേ ആ വസ്തുതയുടെ മേൽ കള്ളങ്ങൾ കൊണ്ട് എന്താ പറയാ ഒരു വലിയ പ്രവാഹം ഉണ്ടാക്കിയിട്ട് അവിടെ ഒരു അമ്പലം ഉണ്ടായിരുന്നു, അത് തകർത്തുവെന്നും അത് തകർത്തത് മുസ്ലിങ്ങളാണ് എന്നുമുള്ള ഒരു വലിയ പ്രചരണം നമ്മുടെ നാട്ടിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ എന്താണ് സംഘപരിവാറിന്റെ ഹിന്ദുത്വ അജണ്ടയുടെ ഒരു കാമ്പ് എന്ന് ചോദിച്ചാല്, ഇന്ത്യയിലെ ഹിന്ദുക്കളെ രാഷ്ട്രീയ ഹിന്ദുവായിട്ട് സംഘടിപ്പിക്കാം. അങ്ങനെ സംഘടിപ്പിക്കാൻ 2 മാർഗങ്ങളാണ് അവർ ഉപയോഗിക്കുക. ഒന്ന്, ഭൂതകാലത്തെ പറ്റി വലിയ മഹിമയുണ്ട് എന്ന് ബോധ്യപ്പെടുത്താൻ, ആ ഭൂതകാലം ഹിന്ദുവിന്റേതാണ് എന്ന് വരുത്തി തീർക്കാം.
ഭൂതകാലത്തിന്റെ മഹിമാവർണ്ണനം ഹിന്ദുത്വ രാഷ്ട്രീയത്തിന്റെ ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു മുഖമാണ്. മറ്റൊന്ന് നമുക്ക് വെളിയിൽ ഒരു ശത്രു ഉണ്ട് എന്ന് പറയാം. നമ്മളെല്ലാവരും ഹിന്ദുക്കളാണ്. ഈ ജാതീയമായ വിഭജനം നിലനിർത്തിക്കൊണ്ട് തന്നെ എന്നാലും നാം ഹിന്ദുക്കളാണ് എന്ന് പറയാം. നമ്മുടെ വെളിയിൽ ഒരു ശത്രു ഉണ്ട് എന്ന് പറയാം. ആ ശത്രു മുസ്ലിമാണ്. ചരിത്രപരമായ കാരണങ്ങളാണ്. ഞാൻ ഇവിടെ ഒരു കാര്യം നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുകയാണ്. അതെന്താന്ന് വെച്ചാല് നമ്മൾ നിരന്തരം കേട്ടോണ്ടിരിക്കുന്ന ഒരു കാര്യം മുസ്ലിങ്ങൾ ഇന്ത്യ ആക്രമിച്ച് കീഴ്പ്പെടുത്തി എന്നാണ്. ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം മുസ്ലിങ്ങൾ ഇന്ത്യ ആക്രമിച്ചിട്ടില്ല എന്നാണ്. മുസ്ലിങ്ങൾ ഇന്ത്യ ആക്രമിച്ചു എന്നുള്ളത് ബ്രിട്ടീഷുകാർ ഉണ്ടാക്കിയിട്ടുള്ള ഒരു നരേറ്റീവാണ്. അതിന്റെ പുറത്താണ് കഴിഞ്ഞ 1.5 നൂറ്റാണ്ട് കാലം കൊണ്ട് ഹിന്ദുത്വ രാഷ്ട്രീയം അതിന്റെ സ്വപ്ന സൗധങ്ങളെ കെട്ടിയുണ്ടാക്കിയത് എന്ന് നാം കാണണം. എന്തുകൊണ്ടാണ് മുസ്ലിങ്ങൾ ഇന്ത്യ ആക്രമിച്ചിട്ടില്ല എന്ന് ഞാൻ പറയാൻ കാരണം, നോക്കൂ, നമ്മൾ ബാബറുടെ തന്നെ കാര്യം എടുക്കാം. ബാബർ ഉസ്ബെക്കിസ്ഥാൻകാരനായ ഒരാളാണ്. ഉസ്ബെക്കാണ് അദ്ദേഹം. അയാളുടെ മതമാണ് മുസ്ലിം എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ ബാബറുടെ ബാബറുടെ നാഷണാലിറ്റി ഉസ്ബെക്കാണ്. ഇസ്ലാം അദ്ദേഹത്തിന്റെ ഐഡിയോളജിയാണ്. അപ്പൊ നമുക്ക് എന്നെ പറ്റി എടുക്കാം. ഞാൻ ആരാണ്? ബേസിക്കലി ഞാനൊരു ഇന്ത്യക്കാരനാണ്, അല്ലെങ്കിൽ ഒരു മലയാളിയാണ്, അല്ലെ? എന്റെ നാഷണാലിറ്റി ഇന്ത്യൻ എന്നുള്ളതാണ്. മാർക്സിസ്റ്റ് എന്നുള്ളത് എന്റെ ഐഡിയോളജിയാണ്. യഥാർത്ഥത്തിൽ മാർക്സിസ്റ്റ് എന്ന എന്റെ ഐഡിയോളജിയേക്കാൾ എത്രയോ 10 മടങ്ങ് പ്രൂവ് ചെയ്തിട്ടുള്ള ഒരു കാര്യം, യഥാർത്ഥമായിട്ടുള്ള ഒരു കാര്യം ഇന്ത്യൻ എന്ന എന്റെ നാഷണാലിറ്റി അല്ലേ? ഞാൻ പറഞ്ഞ മനസ്സിലാവുണ്ടാവുന്ന ഞാൻ വിചാരിക്കണേ. കാരണം ഞാൻ വിചാരിക്കുന്നത് പോലെ, നിങ്ങൾ വിചാരിക്കുന്നത് പോലെ അത്രയും 100% ഞാനൊരു മാർക്സിസ്റ്റ് ആവുമോ? എനിക്കറിയില്ല. ഞാൻ എന്റെ ഒരു കാര്യം പറയല്ല, ഏതൊരു ഐഡിയോളജി നിങ്ങൾ നോക്കിക്കോളൂ. പക്ഷേ നിങ്ങൾക്ക് 100% വിശ്വസിക്കാം ഞാനൊരു മലയാളിയാണ്. അതിൽ വെള്ളമില്ല, അതിൽ ഒട്ടും ഡ്യൂപ്ലിക്കേറ്റ് ആയിട്ടുള്ള ഒന്നുമില്ല. ഞാനൊരു ഇന്ത്യനാണ്, അതാണ് എന്റെ നാഷണാലിറ്റി. അതുകൊണ്ട് നിങ്ങൾ യഥാർത്ഥത്തിൽ എന്താ പറയേണ്ടത്? അഫ്ഗാനികൾ ഇന്ത്യ ആക്രമിച്ചു എന്ന് പറയണം, മംഗോളിയന്മാർ ഇന്ത്യ ആക്രമിച്ചു എന്ന് പറയണം, പേർഷ്യക്കാർ ഇന്ത്യ ആക്രമിച്ചു എന്ന് പറയണം, അറബികൾ ഇന്ത്യ ആക്രമിച്ചു എന്ന് പറയണം, ഉസ്ബെക്കുകൾ ഇന്ത്യ ആക്രമിച്ചു എന്ന് പറയണം. അങ്ങനെയല്ലേ നാം പിന്നീട് പറഞ്ഞത്? ഡച്ചുകാർ ഇന്ത്യ ആക്രമിച്ചു എന്നല്ലേ പറഞ്ഞത്? വാസ്കോഡഗാമ വന്നപ്പോ നാവികൻ വന്നു എന്നല്ലേ? ക്രിസ്ത്യൻ നാവികൻ വന്നു എന്ന് 7ാം ക്ലാസ്സിലെ പാഠപുസ്തകത്തിലുണ്ടോ? ബ്രിട്ടീഷുകാർ വന്നപ്പോ അങ്ങനെയല്ലേ പറഞ്ഞത്? ഫ്രഞ്ചുകാരെന്നല്ലേ പറഞ്ഞത്? അല്ലേ? ഡാനിഷുകാരെന്നല്ലേ പറഞ്ഞത്? എന്തുകൊണ്ടാണ് ബ്രിട്ടീഷുകാർ വന്നപ്പോ അവരുടെ നാഷണാലിറ്റി കൃത്യമായിട്ട് പറഞ്ഞു? ഐഡിയോളജി അല്ല പറഞ്ഞത്. ക്രിസ്ത്യാനിറ്റി അവരുടെ ഐഡിയോളജിയാണ്, ബ്രിട്ടീഷ് എന്നുള്ളത് അവരുടെ നാഷണാലിറ്റിയാണ്. പക്ഷെ ബാബറുടെ കാര്യം വന്നപ്പോ, ഖിൽജിയുടെ കാര്യം വന്നപ്പോ, ഇൽത്തുമിഷിന്റെ കാര്യം വന്നപ്പോ, അതുപോലെയുള്ള മുസ്ലിം ഭരണാധികാരികളുടെ കാര്യം വന്നപ്പോ എന്തുകൊണ്ടാണ് അവരുടെ നാഷണാലിറ്റിയെ പിറകിലേക്ക് നിർത്തുകയും അതിനെ പുതപ്പിനടിയിലാക്കുകയും അവരുടെ ഉണ്ട് എന്ന് കരുതുന്ന, അത് ഇങ്ങോട്ടൊരു കൊമയാണ്, ഉണ്ട് എന്ന് കരുതുന്ന ഐഡിയോളജിയെ മുകളിൽ വെക്കുകയും ചെയ്തത്? യഥാർത്ഥത്തിൽ നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇന്ന് നാം പറയുന്നത് പോലെയുള്ള ഒരു ഹിന്ദു 500 കൊല്ലം മുമ്പ് ഉണ്ടായിട്ടില്ല. ഇന്ന് നാം പറയുന്നത് പോലെയുള്ള ഒരു ഇസ്ലാം 100 കൊല്ലം മുമ്പ് ഉണ്ടായിട്ടില്ല. കേരളത്തിൽ ഉണ്ടായിട്ടില്ല, ഇന്ത്യയിൽ എവിടെയും ലോകത്തെവിടെയും ഉണ്ടായിട്ടില്ല. ഉണ്ട് എന്നത് നമ്മളുടെ ഇന്നത്തെ ഒരു രാഷ്ട്രീയ ആവശ്യമാണ്. ആ രാഷ്ട്രീയ ആവശ്യത്തെ നാം ചരിത്രത്തിൽ കൊണ്ടുപോയി നിക്ഷേപിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ നിക്ഷേപിച്ചുകൊണ്ട് മുസ്ലിങ്ങളായ ആക്രമണകാരികൾ ഇന്ത്യയെ ആക്രമിച്ച് കീഴ്പ്പെടുത്തി. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, അവരിതിന് ഇന്ത്യ വിട്ടു പോയോ? ബാബർ ഞാൻ വീണ്ടും ബാബറിന്റെ കാര്യം പറയാണ്. ബാബർ ജനിച്ചത് ഉസ്ബെക്കിസ്ഥാനിലാണ്, ബാബർ മരിച്ചത് ആഗ്രയിലാണ്. ശ്രദ്ധിക്കണം, നിങ്ങളെല്ലാം ഈ മുസ്ലിം ഭരണാധികാരികളെയും നോക്കിക്കോളൂ. ബ്രിട്ടീഷുകാരെന്താ ചെയ്തത്? അവർ ഇന്ത്യയിൽ വന്ന് ഇന്ത്യയിലെ സമ്പത്ത് ബ്രിട്ടനിലേക്ക് കടത്തുകയാണ് ചെയ്തിട്ടുള്ളത്, അല്ലെ? നമ്മുടെ ഈ വടനെക്കുറിച്ച് കൂടെയുള്ള റെയിലുണ്ടല്ലോ, ചെറിയ റെയില്, നിലമ്പൂർ എന്നുള്ളത്, അതെന്തിനു വേണ്ടിയിട്ടായിരുന്നു? നമുക്കിപ്പോ മൺസൂൺ ടൂറിസത്തിന് വേണ്ടിയിട്ടൊന്നുമല്ല. നിലമ്പൂരിലെ ലോകോത്തരമായ തേക്ക് യൂറോപ്പിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടായിരുന്നു. ബ്രിട്ടീഷ് പാർലമെന്റിന്റെ ചുമരിൽ, കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയുടെ ചുമരിൽ, അതുപോലെയുള്ള വളരെ പ്രധാനപ്പെട്ട ബ്രിട്ടനിലെ ഔദ്യോഗിക സ്ഥാപനങ്ങളുടെ ചുമരുകളിൽ 10 ലക്ഷം കോടിയിലധികം രൂപ വില വരുന്ന നിലമ്പൂർ തേക്കുകൾ അതിന്റെ പാളികൾ കൊണ്ട് ഇപ്പോഴും അലങ്കരിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ആ പഴയ അലങ്കാരങ്ങൾ ഇപ്പോഴും നിൽക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. ഇവിടുന്ന് കടത്തിയതാണ്. പക്ഷേ ഇന്ത്യയിലേക്ക് മധ്യകാലത്ത് വന്ന ഒരു ഭരണാധികാരികളും ഒരു ആക്രമണകാരികളും ആക്രമിച്ച് ഇന്ത്യയെ ചോർത്തി അങ്ങോട്ട് പോവുകയല്ല ചെയ്തത്, മറിച്ച് അവർ ഇന്ത്യക്കാരായിട്ട് മാറുകയാണ് ചെയ്തത്. ഇതാണ് ചരിത്രം. ബാക്കിയുള്ളതോ ഇന്നത്തെ ആവശ്യമാണ്.
ആ ആവശ്യത്തെ മുൻനിർത്തിയാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നമുക്ക് വെളിയിൽ ഒരു ശത്രുവിനെ ഉണ്ടാക്കാൻ. ഇത് നമ്മൾ പറയണ്ടേ? മുസ്ലിങ്ങൾ ഇന്ത്യയെ ആക്രമിച്ചിട്ടില്ല എന്ന് നിരന്തരമായി ഇടതുപക്ഷം പറഞ്ഞുകൊണ്ടിരിക്കണം. ഞാൻ പറഞ്ഞതിന്റെ ഒരു സാരം അങ്ങനെ തന്നെയാണ് നിങ്ങൾ പറയുന്നത് എങ്കിൽ 200 കൊല്ലം ക്രിസ്ത്യാനിറ്റിയാണ് ഇന്ത്യ ഭരിച്ചത്, ക്രിസ്ത്യാനികൾ ഇന്ത്യ ആക്രമിച്ച് കീഴ്പ്പെടുത്തി എന്ന് പറയേണ്ടതായി വരും. അങ്ങനെ പറയണം എന്നല്ല, അങ്ങനെ പറയരുത് എന്നാണ്. പക്ഷെ ഇത് പറഞ്ഞിട്ടില്ലെങ്കിൽ പിന്നെ അതെങ്ങനെ പറയാം? അതിന്റെ ഒരു ലോജിക് എന്താണ് എന്ന് നാം ആഴത്തിൽ, ഉച്ചത്തിൽ, ഉയരത്തിൽ ചിന്തിക്കേണ്ടുന്ന ഒരു സമയമാണ്. ഒറ്റ കാര്യം കൂടി പറഞ്ഞിട്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഈ ഒരു പശ്ചാത്തലത്തിലാണ് രാമക്ഷേത്രം തകർത്തു എന്ന കള്ളം പറഞ്ഞുകൊണ്ട് വളരെ ഫലപ്രദമായി, എഫക്റ്റീവായി ഒരു മൂവ്മെന്റ് ഉണ്ടാക്കുകയും അതൊരു ഒരു ദിവസത്തെ 2 ദിവസത്തെ കാര്യമല്ല, 100-150 കൊല്ലത്തെ ഒരു കാര്യമാണ്. ആ ശ്രമകരമായ ആ ഒരു കാലത്തിലൂടെ സഞ്ചരിച്ചുകൊണ്ട് ഒരു പുതിയ ഇന്ത്യയുടെ ശിലാസ്ഥാപനമാണ് വാസ്തവത്തിൽ ഈ ജനുവരി 22-ാം തീയതി നടക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതിന് നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ രാമനായിട്ടോ രാമായണായിട്ടോ ഭക്തിയായിട്ടോ ഹിന്ദുമതവുമായിട്ടോ യാതൊരു ഒരു ബന്ധവുമില്ല. അതൊരു പുതിയ ഇന്ത്യയുടെ ഡെമോക്രാറ്റിക് സെക്യുലർ ഇന്ത്യക്ക് പകരം ഈ സനാതനമായ അല്ലെങ്കിൽ ഈ ജാതീയതയെ അടിസ്ഥാനമാക്കിയിട്ടുള്ള ഒരു ഭാരതത്തിലേക്കുള്ള തിരിച്ചുപോക്കിന്റെ ഒരു ശിലാസ്ഥാപനം നടക്കുകയാണ് എന്ന് നമ്മളല്ലാണ്ട് പിന്നെ ആരാണ് പറയാ?